കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 19 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മനാമയിലെ ഹൂറയിൽ താമസിക്കുന്ന കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്മ്യൂണിറ്റി ഇവന്റ് ഹാൾ സ്ഥാപിക്കണമെന്ന മുഹമ്മദ് ഹുസൈൻ ജനാഹി MPയുടെ നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെന്റ് അംഗീകാരം നൽകി. പല കുടുംബങ്ങൾക്കും വിവിധ ചടങ്ങുകൾക്കായി സ്വകാര്യ ഹാളുകൾ വാടകയ്ക്കെടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഇങ്ങനെയൊരു സൗകര്യമുണ്ടാകുന്നത് അവർക്കേറെ ആശ്വാസകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗങ്ങളുടെ ശക്തമായ പിന്തുണയാണ് ലഭിച്ചത്. തുടർ നടപടികൾക്കായി മേൽസഭയ്ക്ക് നിർദ്ദേശം സമർപ്പിച്ചു. ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 90,000 ദിനാർ വിലമതിക്കുന്ന 5.95 കിലോഗ്രാം മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 24-കാരനായ ഏഷ്യക്കാരനെ കസ്റ്റംസ് അഫയേഴ്സ് അറസ്റ്റ് ചെയ്തു. യാത്രക്കാരനെക്കുറിച്ച് സംശയം തോന്നിയതിനെ തുടർന്നാണ് വിശദമായ പരിശോധന നടത്തിയത്. പിന്നീട് ഇയാളുടെ ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ 4 പാക്കറ്റുകളിൽ മയക്കുമരുന്നുകൾ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് ബഹ്റിനിൽ തന്നെയുള്ള 23 വയസ്സുകാരനായ മറ്റൊരു ഏഷ്യൻ യുവാവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു. KMCC ബഹ്റിൻ ഒലീവ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിജയപാതയിലെ വഴികാട്ടി എന്ന ശീർഷകത്തിൽ KM സീതി സാഹിബിൻ്റെ 64-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഒലീവ് സാംസ്കാരിക വേദി ചെയർമാൻ റഫീഖ് തോട്ടക്കര അധ്യക്ഷത വഹിച്ച യോഗം KMCC ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അസ്ലം വടകര, AP ഫൈസൽ, NA അബ്ദുൽ അസീസ്, സംസ്ഥാന സെക്രട്ടറി ഫൈസൽ കണ്ടിത്താഴ, മുൻ സംസ്ഥാന പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി, KMCC ഖത്തർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നവാസ് കോട്ടയ്ക്കൽ, മീഡിയ വൺ പ്രതിനിധി സിറാജ് പള്ളിക്കര, വിവിധ ജില്ലാ ഏരിയ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. PV സിദ്ദിഖ് സ്വാഗതവും സഹൽ തൊടുപുഴ നന്ദിയും പറഞ്ഞു. ബഹ്റിനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നോർക്ക ക്ഷേമനിധി ക്ലാസും സംഘടിപ്പിച്ചു. മുഹറഖ് അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 150-ലേറെ പേർ പങ്കെടുത്തു. പാക്ട് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം ആശംസിച്ചു. ലഹരിക്കെതിരായ ബോധവൽക്കരണ സെഷന് ഡോക്ടർ രാഹുൽ അബ്ബാസ് നേതൃത്വം നൽകി. തുടർന്ന് സർക്കാർ പദ്ധതികളായ നോർക്ക പ്രവാസി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ, രജിസ്ട്രേഷൻ, സർക്കാരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷന് സാമൂഹ്യ പ്രവർത്തകനും KMCC വൈസ് പ്രസിഡന്റുമാരായ AP ഫൈസൽ നേതൃത്വം നൽകി. പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, അൽ ഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികളായ മനുവർ ഫൈറോസ്, വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സൽമാനുൽ ഫാരിസ് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം ബഹ്റിൻ ചാപ്റ്റർ ഭാരവാഹികൾ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. PPF രക്ഷാധികാരി ഷാനവാസ്, പ്രസിഡന്റ് EA സലീം, സെക്രട്ടറി ഹരി പ്രകാശ്, ട്രഷറർ റഫീഖ് അബ്ദുള്ള, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത്, എംബസി ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മെയ് 2-ന് PPF സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ മീറ്റിന്റെ ഭാഗമായാണ് ഇവർ അംബാസഡറെ സന്ദർശിച്ചത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും MPയുമായ ജോൺ ബ്രിട്ടാസ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രേഖകളില്ലാതെ 20 വർഷത്തിലേറെയായി ബഹ്റൈനിൽ താമസിച്ചിരുന്ന ശ്രീലങ്കൻ പൗരയായ ഖദീജ മുഹമ്മദ് അസ്ലിമിനെയും അവരുടെ മകൻ റഫീഖ് ഖദീദ് മുഹമ്മദിനെയും നാട്ടിലേക്ക് തിരിച്ചയച്ച് സാമൂഹ്യ പ്രവർത്തകർ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഖദീജ ജനുവരി മുതൽ സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2007 ജനിച്ച മകൻ റഫീഖിന് ജനന സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഇല്ലാതെയാണ് ബഹ്റൈനിൽ കഴിഞ്ഞിരുന്നത്.
ഇത് മനസ്സിലാക്കി പ്രവാസി ലീഗൽ സെൽ ബഹ്റിനും ഹോപ്പ് ബഹ്റിനും നടത്തിയ നിരന്തരമായ ഇടപെടലുകളാണ് തിരികെ യാത്രയ്ക്ക് കാരണമായത്. ബഹ്റിനിലെ ഇന്ത്യൻ എംബസി, എമിഗ്രേഷൻ വകുപ്പ്, സൽമാനിയ ആശുപത്രി എന്നിവരുടെ സഹകരണവും ഇവർക്ക് ലഭിച്ചു. ബഹ്റിനിലെ ദാറുൽ ഈമാൻ കേരള മദ്രസ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ സിലബസ് പ്രകാരം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മദ്രസയിൽ 4 വയസ്സ് മുതൽ പ്രവേശനം നൽകുന്നുണ്ട്. ഖുർആൻ, അറബി ഭാഷ, കർമ്മശാസ്ത്രം, ഹദീസ്, ഇസ്ലാമിക ചരിത്രം തുടങ്ങിയ വിഷയങ്ങളോടൊപ്പം പ്രായോഗിക ഇസ്ലാമിക ജീവിതത്തിന് പരിശീലനവും മേൽനോട്ടവും മദ്രസയിലൂടെ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ 9ാം ക്ലാസ് വരെ പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 39860571 അല്ലെങ്കിൽ 34026136 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.